ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സീന ആന്റണി. പ്രധാന വാർത്തകൾ. രാജ്യത്തെ യുവജനങ്ങളുടെ ഭാവിക്കും ക്ഷേമത്തിനുമാണ് സർക്കാർ പ്രാധാന്യം നൽകുന്നതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ചോദ്യപേപ്പർ ചോർച്ചയിൽ ഉൾപ്പെട്ടവർക്ക് കർശന ശിക്ഷ ഉറപ്പാക്കാൻ അതിവേഗ കോടതികൾ സ്ഥാപിക്കാനും നിർദ്ദേശം. നീറ്റ് വിഷയത്തിൽ വിശദമായ ചർച്ചയ്ക്ക് സർക്കാർ പൂർണ്ണ സജ്ജമെന്ന രാജ്യസഭയിൽ കേന്ദ്രമന്ത്രി കിരൺ റിജിജു. പാർലമെന്റിന്റെ ഇരുസഭകളിലും ഇന്നും പ്രതിപക്ഷ ബഹളം. സ്ത്രീകൾക്ക് സുരക്ഷിതമായ രാത്രികാല യാത്ര ഉറപ്പാക്കുന്നതിനുള്ള KSRTCയുടെ പിങ്ക് ബസ് സർവീസിന് ഇന്ന് തിരുവനന്തപുരത്ത് തുടക്കം. വയനാട് കള്ളാടി തുരങ്കപാതയിലെ മണ്ണിടിച്ചിലുമായി ബന്ധപ്പെട്ട സമഗ്ര അന്വേഷണത്തിന് നിയോഗിച്ച വിദഗ്ധ സമിതി അല്പസമയത്തിനകം പ്രദേശം സന്ദർശിക്കും. സിക്കിമിൽ തുരങ്കം തകർന്നുണ്ടായ ദുരന്തത്തെക്കുറിച്ച് അന്വേഷണം നടത്താൻ ഉന്നതതല സമിതി രൂപീകരിച്ചു. മരണസംഖ്യ 22ആയി. അപകടത്തിൽ കാണാതായ മലയാളിയുടെ മൃതദേഹം ഇന്ന് കണ്ടെടുത്തു. 23ാമത് കോമൺവെൽത്ത് ഗെയിംസിന് ഇന്ന് സ്കോട്ട്ലൻഡിലെ ഗ്ലാസ്ഗോയിൽ തുടക്കം. ഇന്ത്യ സിംബാബ്വെ 2020 ക്രിക്കറ്റ് പരമ്പരയിലെ ആദ്യ മത്സരം ഇന്ന് ഹരാരെയിൽ. വാർത്തകൾ വിശദമായി. 2 ദിവസത്തെ സന്ദർശനത്തിനായി രാഷ്ട്രപതി ദ്രൌപദി മുർമു ഇന്ന് റൊമാനിയയിലെ ബുക്കാറസ്റ്റിലെത്തും. റൊമാനിയൻ പ്രസിഡന്റ് നിക്കുഷോ ഡാനുമായി രാഷ്ട്രപതി പ്രതിനിധിതല ചർച്ചകൾ നടത്തും. നിരവധി ധാരണാപത്രങ്ങളിൽ ഇരു രാജ്യങ്ങളും ഒപ്പുവയ്ക്കും. നാളെ ഇന്ത്യ റൊമാനിയ ബിസിനസ് ഫോറത്തെ അഭിസംബോധന ചെയ്യുന്ന രാഷ്ട്രപതി അവിടെ ഇന്ത്യൻ സമൂഹവുമായി സംവദിക്കും. യൂറോപ്യൻ യൂണിയനിൽ ഇന്ത്യയുടെ സുപ്രധാന പങ്കാളിയാണ് റൊമാനിയ. രാജ്യത്തെ യുവജനങ്ങളുടെ ഭാവിക്കും ക്ഷേമത്തിനുമാണ് സർക്കാർ പ്രാധാന്യം നൽകുന്നതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ചോദ്യപേപ്പർ ചോർച്ചയിൽ ഉൾപ്പെടുന്നവർക്ക് അതിവേഗം തക്കതായ ശിക്ഷ ഉറപ്പാക്കാൻ സർക്കാർ അതിവേഗ കോടതികൾ സ്ഥാപിക്കുമെന്ന് സമൂഹമാധ്യമക്കുറിപ്പിൽ ശ്രീ മോദി വ്യക്തമാക്കി. ഇതുമായി ബന്ധപ്പെട്ട ആവശ്യമായ എല്ലാ നടപടികളും സ്വീകരിക്കാൻ ബന്ധപ്പെട്ട അധികാരികൾക്കും ഉദ്യോഗസ്ഥർക്കും നിർദ്ദേശം നൽകിയതായി പ്രധാനമന്ത്രി അറിയിച്ചു. യുവജനങ്ങളുടെ ഭാവി തകർക്കാൻ ശ്രമിക്കുന്നവരെ വെറുതെ വിടില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി. നീറ്റ് പരീക്ഷ വിഷയത്തിൽ NDA ഉൾപ്പെടെ എല്ലാ പാർട്ടികളും പാർലമെന്റിൽ ചർച്ച വേണമെന്ന് നിരന്തരം ആവശ്യപ്പെടുന്നുണ്ടെന്ന് കേന്ദ്രമന്ത്രി കിരൺ റിജിജു രാജ്യസഭയിൽ പറഞ്ഞു. നീറ്റ് പരീക്ഷ രാജ്യത്തിന് തന്നെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. അത് രാഷ്ട്രീയവൽക്കരിക്കപ്പെടരുത്. വിഷയത്തിൽ വിശദമായ ചർച്ചയ്ക്ക് സർക്കാർ പൂർണ്ണ സജ്ജമാണെന്നും വിദ്യാർത്ഥികളുടെയും രാജ്യത്തിന്റെയും നന്മ മുൻനിർത്തി പാർലമെന്റിൽ ഈ വിഷയം ചർച്ച ചെയ്യുന്നതിന് പ്രതിപക്ഷം സഹകരിക്കണമെന്നും ശ്രീ റിജിജു അഭ്യർത്ഥിച്ചു. कोई राजनीतिकरण नहीं करते हुए बहुत अच्छी तरह से दोनों सदन में चर्चा होना चाहिए कि चर्चा किस प्रकार से कितना लंबा चलेगा ये हम आपस में मिलकर तय करें, लेकिन कंडीशन मत लगाइए. कंडीशन लगाने से आपका जो इंटेंशन है वो ठीक नहीं है, क्योंकि आप चर्चा को रोकना चाहते हैं. എന്നാൽ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി രാജിവെക്കാതെ ചർച്ചയ്ക്ക് സാധ്യമല്ലെന്ന് പ്രതിപക്ഷ നേതാവ് മല്ലികാർജ്ജുൻ ഖാർഗെ പറഞ്ഞു. കോൺഗ്രസ് ചർച്ചയിൽ നിന്ന് ഒളിച്ചോടുകയല്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി. ബഹളത്തെ തുടർന്ന് രാജ്യസഭ ഉച്ചയ്ക്ക് 12 മണിവരെ നിർത്തിവെക്കാൻ ചെയർമാൻ CP രാധാകൃഷ്ണൻ ഉത്തരവിട്ടു. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ച കേസ് ഉൾപ്പെടെയുള്ള വിവിധ വിഷയങ്ങളിൽ പ്രതിപക്ഷ ബഹളത്തെ തുടർന്ന് പാർലമെന്റിന്റെ ഇരുസഭകളും നിർത്തിവച്ചു. രാവിലെ 11 മണിക്ക് ലോക്സഭ ചേർന്നപ്പോൾ ചോദ്യോത്തരവേളയിലേക്ക് കടക്കാൻ സ്പീക്കർ ഓം ബിർള ശ്രമിച്ചെങ്കിലും പ്രതിപക്ഷാംഗങ്ങൾ നീറ്റ് വിഷയവും വിദ്യാർത്ഥികളുടെ പ്രതിഷേധവും ഉയർത്തിക്കാട്ടുകയായിരുന്നു. ചോദ്യോത്തരവേളയിൽ മറ്റ് വിഷയങ്ങളൊന്നും സംസാരിക്കാൻ അനുവദിക്കില്ലെന്ന് സ്പീക്കർ വ്യക്തമാക്കി. സഭാ നടപടികളോട് സഹകരിക്കണമെന്ന് സ്പീക്കർ അഭ്യർത്ഥിച്ചെങ്കിലും പ്രതിപക്ഷം പ്രതിഷേധം തുടർന്നു. ഈ സാഹചര്യത്തിൽ പാർലമെന്റിന്റെ ഇരുസഭകളും ഉച്ചയ്ക്ക് 2 മണിവരെ നിർത്തിവച്ചു. കേരളം അടക്കമുള്ള സംസ്ഥാനങ്ങളിൽ പ്രകൃതി ദുരന്തങ്ങളിൽ ജീവൻ നഷ്ടപ്പെട്ടവർക്കുള്ള ആദരസൂചകമായി രാജ്യസഭയിൽ മൌനമാചരിച്ചു. വിവിധ പ്രദേശങ്ങളിൽ പ്രകൃതി ദുരന്തങ്ങളെ തുടർന്നുണ്ടായ ജീവഹാനിയിൽ രാജ്യസഭാ അധ്യക്ഷൻ CP രാധാകൃഷ്ണൻ തീവ്രമായ ദുഃഖവും അനുശോചനവും രേഖപ്പെടുത്തി. സ്ത്രീകൾക്ക് സുരക്ഷിതമായ രാത്രികാല യാത്ര ഉറപ്പാക്കുന്നതിനായി KSRTC പരീക്ഷണാടിസ്ഥാനത്തിൽ പിങ്ക് ബസ് സർവീസുകൾ ഇന്നു മുതൽ ആരംഭിക്കും. തിരുവനന്തപുരം സെൻട്രൽ ഡിപ്പോയിൽ ഉച്ചയ്ക്ക് 1 മണിക്ക് ഗതാഗത മന്ത്രി CP ജോൺ പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിക്കും. പരീക്ഷണാടിസ്ഥാനത്തിൽ തിരുവനന്തപുരം നഗരത്തിൽ ടെക്നോ പാർക്ക് റൂട്ടിലാകും പിങ്ക് ബസ് സർവീസ് നടത്തുക. വയനാട് കള്ളാടിയിലെ തുരങ്കപാത നിർമ്മാണ പ്രദേശത്ത് മണ്ണിടിച്ചിലുമായി ബന്ധപ്പെട്ട സമഗ്ര അന്വേഷണത്തിന് സംസ്ഥാന സർക്കാർ നിയോഗിച്ച വിദഗ്ധ സമിതി അല്പസമയത്തിനകം സ്ഥലം സന്ദർശിക്കും. വിശദാംശങ്ങളുമായി ആകാശവാണി വയനാട് ജില്ലാ പ്രതിനിധി അരുൺ വിൻസെന്റ്.
സംസ്ഥാന കേന്ദ്ര സർക്കാരുകൾ നൽകിയ പരിസ്ഥിതി അനുമതികളുടെ വിലയിരുത്തൽ, കേന്ദ്ര പരിസ്ഥിതി, വനം, കാലാവസ്ഥാ വ്യതിയാന മന്ത്രാലയം നൽകിയ അനുമതികൾ, കരാർ വ്യവസ്ഥകൾ പാലിച്ചിട്ടുണ്ടോ എന്നും സമിതി പരിശോധിക്കും. തുരങ്കപാത നിർമ്മാണ മേഖലയിലെ സുരക്ഷാ വീഴ്ചകൾ, സാങ്കേതിക പിഴവുകൾ, പരിസ്ഥിതി അനുമതി നടപ്പിലാക്കൽ എന്നിവയും സമിതി പരിശോധിക്കും. സംസ്ഥാന ചീഫ് വൈൽഡ് ലൈഫ് വാർഡൻ ഡോക്ടർ പി പുകഴേന്തി, ഭൗമശാസ്ത്രജ്ഞൻ ഡോക്ടർ സി പി ചന്ദ്രൻ, പരിസ്ഥിതി ശാസ്ത്രജ്ഞൻ ഡോക്ടർ വിഷ്ണു അടക്കമുള്ള വിദഗ്ധ സംഘമാണ് സ്ഥലം സന്ദർശിക്കുക. അന്വേഷണം പൂർത്തിയാക്കി 1 മാസത്തിനകം സർക്കാരിന് റിപ്പോർട്ട് സമർപ്പിക്കും. ശബരിമല സ്വർണ്ണ അപഹരണ കേസിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് PS പ്രശാന്തിനെ SIT കസ്റ്റഡിയിലെടുത്തു. ഇന്ന് രാവിലെ തിരുവനന്തപുരത്തെ വസതിയിൽ നിന്നാണ് കസ്റ്റഡിയിലെടുത്തത്. ചോദ്യം ചെയ്യലിനായി PS പ്രശാന്തിനെ കൊല്ലത്തെ പോലീസ് ക്ലബ്ബിലെത്തിച്ചു. ഇതിനുശേഷം അറസ്റ്റ് രേഖപ്പെടുത്തി കൊല്ലം വിജിലൻസ് കോടതിയിൽ ഹാജരാക്കിയേക്കും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്. ഇന്ന് ദേശീയ പ്രക്ഷേപണ ദിനം. 1927 ജൂലൈ 23-നാണ് ഇന്ത്യൻ ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനിയുടെ കീഴിൽ ബോംബെ സ്റ്റേഷനിൽ നിന്ന് രാജ്യത്തെ ആദ്യത്തെ റേഡിയോ പ്രക്ഷേപണം ആരംഭിച്ചത്. 1936 ജൂൺ 8-ന് ഇന്ത്യൻ സ്റ്റേറ്റ് ബ്രോഡ്കാസ്റ്റിംഗ് സർവീസ് ഓൾ ഇന്ത്യ റേഡിയോയായി മാറി. രാജ്യത്തെ ജനങ്ങളെ ഒന്നിപ്പിക്കാനും വിവരങ്ങൾ അറിയിക്കാനും പഠിപ്പിക്കാനും വിനോദത്തിനുമായി പ്രക്ഷേപണം നൽകിയ 1 നൂറ്റാണ്ടോളമുള്ള സംഭാവനകളെയാണ് ഈ ദിനം അനുസ്മരിക്കുന്നത്. കാസർഗോഡ് ജില്ലയിലെ നീലേശ്വരം മേഖലയിൽ ഷിഗല്ല റിപ്പോർട്ട് ചെയ്ത സാഹചര്യത്തിൽ ജില്ലാ കളക്ടറുടെയും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റിന്റെയും നേതൃത്വത്തിൽ അവലോകന യോഗം ചേർന്നു. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കാസർഗോഡ് ജില്ലാ പ്രതിനിധി ജഗൻ നിവാസൻ. ഷിഗല്ല റിപ്പോർട്ട് ചെയ്യപ്പെട്ട സാഹചര്യത്തിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്നും എന്നാൽ ജാഗ്രത പാലിക്കണമെന്നും ജില്ലാ മെഡിക്കൽ ഓഫീസർ അറിയിച്ചു. നീലേശ്വരം നഗരസഭയിലെ ഒരു സ്വകാര്യ പരിപാടിയിൽ പങ്കെടുത്ത ആളുകൾക്കാണ് ലക്ഷണങ്ങൾ കണ്ടുവന്നതെന്നും ജില്ലയിൽ 5 പേർക്ക് ഷിഗല്ല റിപ്പോർട്ട് ചെയ്തെന്നും DMO പറഞ്ഞു. രോഗലക്ഷണങ്ങൾ ഉള്ളവർ എത്രയും പെട്ടെന്ന് അടുത്തുള്ള ആരോഗ്യ കേന്ദ്രത്തിൽ ചികിത്സ തേടണം. സ്വയം ചികിത്സ ഒഴിവാക്കേണ്ടതാണ്. നിർജ്ജലീകരണം സംഭവിക്കാൻ സാധ്യതയുള്ളതിനാൽ ORS ഉപയോഗിക്കണമെന്നും DMO പറഞ്ഞു. സിക്കിമിലെ നാംചിയിൽ തുരങ്കം തകർന്നുണ്ടായ ദുരന്തത്തെക്കുറിച്ച് അന്വേഷണം നടത്താൻ ഉന്നതതല അന്വേഷണ സമിതി രൂപീകരിച്ച് സിക്കിം സർക്കാർ. ഇൻസ്പെക്ടർ ജനറൽ ഓഫ് പോലീസിന്റെ നേതൃത്വത്തിലുള്ള 4-അംഗ ഉന്നത സമിതി 15 ദിവസത്തിനകം റിപ്പോർട്ട് സമർപ്പിക്കണം. തുരങ്കത്തിനുള്ളിൽ നിന്ന് ഇതുവരെ 22 പേരുടെ മൃതദേഹങ്ങൾ കണ്ടെടുത്തു. അകത്ത് കുടുങ്ങിക്കിടക്കുന്നവരെ കണ്ടെത്തി പുറത്തെത്തിക്കുന്നതിനായി വിദഗ്ധ പരിശീലനം ലഭിച്ച സംഘങ്ങളുടെ നേതൃത്വത്തിൽ രക്ഷാപ്രവർത്തനം നടത്തിവരികയാണ്. അതേസമയം തുരങ്കം തകർന്നുണ്ടായ അപകടത്തിൽ കാണാതായ മലയാളി ഉദ്യോഗസ്ഥന്റെ മൃതദേഹം കണ്ടെത്തി. കോട്ടയം പാമ്പാടി പത്താഴക്കുഴി സ്വദേശി അനീഷ് മോഹന്റെ മൃതദേഹമാണ് ഇന്ന് പുലർച്ചെ 2 മണിയോടെ കണ്ടെടുത്തത്. നാഷണൽ ഹൈഡ്രോ പവർ കോർപ്പറേഷനിൽ മാനേജരായി സേവനമനുഷ്ഠിച്ചു വരികയായിരുന്നു അദ്ദേഹം. ശബരിമല ഉൾപ്പെടുന്ന പെരിയാർ ടൈഗർ റിസർവിലെ കാടുകളെ അറിഞ്ഞ് സെൻസസ് ജോലികൾ ചെയ്യുകയാണ് അധ്യാപകനായ KM സുബീഷ്. സംസ്ഥാനത്ത് തന്നെ ഏറ്റവും വിശാലവും ദുർഘടവുമായതുമായ പ്രദേശത്തെ സെൻസസ് എന്യൂമറേറ്ററാണ് ഈ അധ്യാപകൻ. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി പത്തനംതിട്ട ജില്ലാ പ്രതിനിധി ശ്രീ GS ശ്രീധർ. ശബരിമല, പമ്പ, ത്രിവേണി, അട്ടത്തോട്, നിലയ്ക്കൽ ഉൾപ്പെടെ റാന്നി പെരിനാട് പഞ്ചായത്തിലെ 9-ാം വാർഡിലെ സെൻസസ് എന്യൂമറേറ്ററാണ് കോഴിക്കോട് പേരാമ്പ്ര സ്വദേശിയും അട്ടത്തോട് ഗവൺമെന്റ് ട്രൈബൽ LP സ്കൂൾ അധ്യാപകനുമായ സുബീഷ്. ശബരിമല, ശ്രീകോവിലിന്റെ ഉൾപ്പെടെ സെൻസസ് പ്രവർത്തനങ്ങൾ നടത്താനായത് ജന്മപുണ്യമായി കരുതുകയാണ് ഇദ്ദേഹം. സന്നിധാനമടക്കം 1000-ലധികം കെട്ടിടങ്ങൾക്കും ആദിവാസി ഉന്നതികളിലടക്കം 200-ലധികം ഭവനങ്ങളും ഉൾപ്പെടുന്ന വിശാല പ്രദേശത്ത് ഏക സെൻസസ് ഉദ്യോഗസ്ഥനായാണ് സുബീഷ് ജോലികൾ നിർവഹിച്ചു വരുന്നത്. പ്രാദേശിക മാധ്യമ പ്രവർത്തകർക്കായി കേന്ദ്ര വാർത്താ വിതരണ പ്രക്ഷേപണ മന്ത്രാലയത്തിന് കീഴിലുള്ള PIB കൊച്ചി കാസർഗോഡ് സംഘടിപ്പിച്ച മാധ്യമ ശില്പശാല ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ ഉദ്ഘാടനം ചെയ്തു. മാധ്യമ പ്രവർത്തകർ വാർത്തകളുടെ നിജസ്ഥിതി തിരിച്ചറിഞ്ഞ് പ്രവർത്തിക്കണമെന്ന് കളക്ടർ പറഞ്ഞു. PIB അഡീഷണൽ ഡയറക്ടർ ജനറൽ V പളനിച്ചാമി അധ്യക്ഷത വഹിച്ചു. 23ാമത് കോമൺവെൽത്ത് ഗെയിംസിന് ഇന്ന് സ്കോട്ട്ലൻഡിലെ ഗ്ലാസ്ഗോയിൽ തുടക്കമാകും. 10 ദിവസം നീണ്ടു നിൽക്കുന്ന കായിക മാമാങ്കത്തിൽ 74 രാജ്യങ്ങളിൽ നിന്നുള്ള ടീമുകൾ പങ്കെടുക്കും. പുരുഷ ക്രിക്കറ്റിൽ ഇന്ത്യ സിംബാബ്വെ 2020 പരമ്പരയിലെ ആദ്യ മത്സരം ഇന്ന് ഹരാരയിൽ നടക്കും. ഇന്ത്യൻ സമയം വൈകുന്നേരം 4:30-ന് മത്സരം ആരംഭിക്കും. പ്രധാന വാർത്തകൾ വീണ്ടും. രാജ്യത്തെ യുവജനങ്ങളുടെ ഭാവിക്കും ക്ഷേമത്തിനുമാണ് സർക്കാർ പ്രാധാന്യം നൽകുന്നതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ചോദ്യപേപ്പർ ചോർച്ചയിൽ ഉൾപ്പെട്ടവർക്ക് കർശന ശിക്ഷ ഉറപ്പാക്കാൻ അതിവേഗ കോടതികൾ സ്ഥാപിക്കാനും നിർദ്ദേശം. നീറ്റ് വിഷയത്തിൽ വിശദമായ ചർച്ചയ്ക്ക് സർക്കാർ പൂർണ്ണ സജ്ജമെന്ന് രാജ്യസഭയിൽ കേന്ദ്രമന്ത്രി കിരൺ റിജിജു. പാർലമെന്റിന്റെ 2 സഭകളിലും ഇന്നും പ്രതിപക്ഷ ബഹളം.
സ്ത്രീകൾക്ക് സുരക്ഷിതമായ രാത്രികാല യാത്ര ഉറപ്പാക്കുന്നതിനായുള്ള KSRTCയുടെ പിങ്ക് ബസ് സർവീസിന് ഇന്ന് തിരുവനന്തപുരത്ത് തുടക്കം. വയനാട് കള്ളാടി തുരങ്കപാതയിലെ മണ്ണിടിച്ചിലുമായി ബന്ധപ്പെട്ട സമഗ്ര അന്വേഷണത്തിന് നിയോഗിച്ച വിദഗ്ധ സമിതി അല്പസമയത്തിനകം പ്രദേശം സന്ദർശിക്കും. സിക്കിമിൽ തുരങ്കം തകർന്നുണ്ടായ ദുരന്തത്തെക്കുറിച്ച് അന്വേഷണം നടത്താൻ ഉന്നതതല സമിതി രൂപീകരിച്ചു. മരണസംഖ്യ 22. അപകടത്തിൽ കാണാതായ മലയാളിയുടെ മൃതദേഹം ഇന്ന് കണ്ടെടുത്തു. 23ാമത് കോമൺവെൽത്ത് ഗെയിംസിന് ഇന്ന് സ്കോട്ട്ലൻഡിലെ ഗ്ലാസ്ഗോയിൽ തുടക്കം. ഇന്ത്യ സിംബാബ്വെ 2020 ക്രിക്കറ്റ് പരമ്പരയിലെ ആദ്യ മത്സരം ഇന്ന് ഹരാരയിൽ. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.